നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്ക് നല്ലൊരു സുഹൃത്തിനെ എങ്ങനെയാണ് സമ്പാദിക്കാനായിട്ട് സാധിക്കുക. ഇത് പറയാൻ കാരണം ഒരു ഭക്തൻ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. സിദ്ധാർത്ഥ എന്നാണ് പേര്. എനിക്ക് സുഹൃത്തുക്കളില്ല, അപ്പോൾ ഒരു സുഹൃത്തിനെ ലഭിക്കാനായിട്ട് എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ സമർപ്പിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടുള്ള കാരണം പിന്നെയും മുൻപൊരിക്കൽ 1-2 പേര് പറയണ്ടായി. അതായത് സുഹൃത്തായിട്ട് കണ്ട പലരും ചതിയിൽ ഏർപ്പെടുത്തിയെന്ന്, അതായത് ചതിയിൽ വീഴ്ത്തി എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിച്ചു, സങ്കടപ്പെടുത്തി. അതായത് വിശ്വസിച്ചിട്ട് നമ്മൾ കൂടെ നിർത്തുന്നവരാണ് സുഹൃത്തുക്കള്. അപ്പോൾ അവർ മുഖാന്തരം നമുക്കൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെയും പലർക്കും അനുഭവം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അതായത് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു സുഹൃത്തിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക, അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ആരാണ് നമ്മുടെ നല്ലൊരു സുഹൃത്ത്, അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് അലങ്കാരം പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ എല്ലാ ദിവസവും തുടങ്ങാറുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മുടെ ഗുരുവായൂരപ്പന് ഇന്നലെ അനന്തശായി ആയിട്ടായിരുന്നു കേട്ടോ അലങ്കാരത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ മനോഹരമായിട്ട്, അതിമനോഹരം എന്ന് തന്നെ വേണം പറയാനായിട്ട് കേട്ടോ ഇന്നലത്തെ അലങ്കാരം കണ്ടു തൊഴുതവരെ കമന്റ് ചെയ്യാം കേട്ടോ. അത്ര ഭംഗിയായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അനന്തന്റെ ആ ഒരു ദേഹം ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു മെത്ത പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഭണ്ണം ഇങ്ങനെ കുട പോലെ വന്നിട്ടുണ്ട്. അതിന് മുകളിലാണ്, ആ അനന്തനാകുന്ന മെത്തയ്ക്ക് മുകളിലാണ് ഭഗവാൻ ശയിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ഇങ്ങനെ കിടക്കുകയാണ്. ചുവന്ന പട്ടൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഞൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മുഖമാണെങ്കിലോ ഒരു കുഞ്ഞു ഭഗവാൻ, ഒരു കുഞ്ഞു കൃഷ്ണനായിട്ടാണ് മുഖം ചാർത്തിയിരിക്കുന്നത്. നമ്മുടെ ഗോപന്മാർക്ക്, അതായത് വ്രജവാസികൾക്കൊക്കെ ഭഗവാൻ വൈകുണ്ഠം കാണിച്ചു കൊടുത്തുല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ആ കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അവിടെ അനന്തന് മുകളിൽ ശയിക്കുന്ന ഭഗവാനായിട്ടാണ് കാണിച്ചു കൊടുത്തേ. ദേഹമൊക്കെ ശരിക്കും ഭഗവാന്റെ വലിയ ദേഹം, പക്ഷെ ശിരസ് അത് കുഞ്ഞു കൃഷ്ണനായിട്ടായിരുന്നു. അങ്ങനെ തന്നെ നമുക്ക് നോക്കുമ്പോൾ തോന്നുക നല്ല ഭംഗിയിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ അനന്തന് മുകളിൽ കിടക്കുന്നത് പോലെയേ തോന്നുള്ളൂ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരം തന്നെ വേണം പറയാനായിട്ട് കേട്ടോ. ഒരു തിരുമുടിമാല ഉണ്ടായിരുന്നു തുളസി ഇല കൊണ്ട്, പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, പിന്നെ താമരയുടെ ഇതളും കൂടിയിട്ട് അതിന് നടുക്കാണ് അതിഗംഭീരമായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരം ഉണ്ടായിരുന്നത്. അനന്തശായി ആയിട്ടുള്ള ഭഗവാനെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ശിരസ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ ചന്ദനം കൊണ്ട് തന്നെയാണ് ഈ കിരീടമൊക്കെ ചാർത്തിയിരിക്കുന്നത്. പിന്നെ നെറ്റിയിൽ ഗോപിത്തിലൊക്കെ ഉണ്ട്, കാതുപൂക്കളുണ്ട്. ഒരു വളയം പോലത്തെ മാല നല്ല വ്യക്തമായിട്ട് കണ്ടിരുന്നു കേട്ടോ. ഭഗവാന്റെ ഇടത്തെ കൈയിൽ ഒരു താമരപ്പൂവുണ്ട്. വലത്തെ കൈ കൊണ്ട് കൂവളത്തില കൊണ്ട് ഭഗവാനെ, ഇത് മഹാദേവനെ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുക. ശിവലിംഗമൊക്കെ താഴെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കായിട്ടാണ് ഭഗവാന്റെ കൈ വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ നോക്കുമ്പോൾ നമ്മുടെ ഇടതുഭാഗത്തായിട്ടാണ് ഭഗവാന്റെ ശിരസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഭഗവാന്റെ ശിരസ് കേട്ടോ. ശിരസിന് മുകളിലായിട്ട് അനന്തൻ ഇങ്ങനെ അഭണം വിടർത്തിയുടെ ഒരു കുട പോലെ ആയിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചുവന്ന പട്ടുടുത്തിട്ടാണ് ഭഗവാൻ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞല്ലോ, അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട്. അനന്തന്റെ ആ ദേഹം ഉണ്ടല്ലോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം, അത് ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ വേർതിരിച്ചിട്ട്, അതായത് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണുന്ന രീതിയിൽ എന്ത് ഭംഗിയിലായിരുന്നു അറിയോ ചാർത്തിരി. അത് പിന്നെയും പറയാൻ തോന്നും, അത്രയും ഭംഗിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നലത്തെ അലങ്കാരം തൊഴുതവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളത്. അവർ നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അനന്തപത്മനാഭനായിട്ട്, അനന്തശായി ആയിട്ട് ഭഗവാൻ വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്, നമ്മുടെയൊക്കെ സംരക്ഷകനാണെന്നാ പറയുന്നത്. ചെറിയൊരു ഉണ്ണിയുടെ മുഖമാണ് ഭഗവാന്, ചെറിയൊരു ഉണ്ണിയാണ്. പക്ഷെ ഉണ്ണിക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അതാ പറയുന്നത്, എന്തൊക്കെ സങ്കടങ്ങൾ നമുക്കുണ്ടെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെങ്കിലും അതെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. ആ ദുഃഖങ്ങളെല്ലാം മാറ്റിത്തരുന്ന നമ്മുടെയൊക്കെ സംരക്ഷകനായിട്ടുള്ള ഭഗവാനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനന്തശായി ആയിട്ടുള്ള ഭഗവാന്റെ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് അനന്തന് മുകളിൽ കിടക്കുന്ന ഭഗവാനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ തിരിക്കുന്നത് ഗണപതിയെ കാണാനായിട്ടാണ് കേട്ടോ. ഗണപതിക്ക് ഒരു മഞ്ഞ നിറത്തിലായിരുന്നു. അത് നല്ല കടും മഞ്ഞയാണ് കേട്ടോ. നല്ല കടുപ്പം കൂടിയിട്ടുള്ള മഞ്ഞ നിറത്തിലാണ് ഉടയാടെ ഉണ്ടായിരുന്നത്. പിന്നെ നല്ല തിളക്കുണ്ടായിരുന്നു കാണാനായിട്ട്. കഴുത്തിലൊരു സ്വർണ്ണ നിറത്തിലൊരു മാല ഇട്ടിട്ടുണ്ട്. തുമ്പിയിൽ ഒരു സ്വർണ്ണ മണി പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തുമ്പിയുടെ ആ അറ്റത്ത് 2 തിലകങ്ങളുണ്ട് കേട്ടോ, ഗോപി തിലകങ്ങളുണ്ട്. നെറ്റിയിൽ ഒരു പൊട്ടുണ്ട്.
ആ പൊട്ട് കാണാനാണ് ഏറ്റവും ഭംഗിയെന്ന് തോന്നും. കാരണം നടുക്കൊരു സ്വർണ്ണ പൊട്ട് ഒട്ടിച്ച് വെച്ചിട്ട് അതിന് ചുറ്റും തിലകങ്ങൾ കൊണ്ട് വെച്ചിരിക്കും, ഒരു പൂക്കളം പോലെ. തിലകത്തിന്റെ ആ കൂർത്ത ഭാഗം മുകളിലോട്ടാണ് കേട്ടോ, അല്ലാണ്ട് സൂര്യന്റെ രശ്മികൾ പോലെയല്ല. അതൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിട്ടുള്ള ഒരു പൊട്ട്. പിന്നെ കാതുകളിലൊക്കെ പൂക്കൾ വെച്ചിട്ടുണ്ട്. ഗണപതിയുടെ ഒരു സ്വർണ്ണ നിറത്തിൽ ചുവന്ന കല്ലൊക്കെ പതിപ്പിച്ച ഒരു കിരീടമുണ്ട്, അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നല്ല തിളക്കത്തോട് കൂടിയിരിക്കുന്ന ഗണപതിയായിരുന്നു കേട്ടോ. എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതിനെയും കൂടെ തൊഴാൻ പോകാം കേട്ടോ. ഭഗവതി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിസുന്ദരിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഭഗവതിനെ കാണാനായിട്ട് കേട്ടോ. ഒരു ഓറഞ്ച് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയൊരു ഉടയാട. അതിന്റെ ബോർഡറിലായിട്ട് സ്വർണ്ണ നിറത്തിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്, തുന്നി പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ വയറിന്റെ ഭാഗത്തായിട്ട് ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്. കഴുത്തിലൊരു മാല അണിഞ്ഞിട്ടുണ്ട്. കാതിൽ സ്വർണ്ണപ്പൂക്കളുണ്ട്. കാതിൽ തന്നെ ആ സ്വർണ്ണപ്പൂക്കൾക്ക് ചുവടെയായിട്ട് 2 തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന്റെ അഗ്രം താഴോട്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ അതൊരു ഭംഗിയാണ്, ഒരു തിളക്കം ഉണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ഭഗവതിയുടെ ചുണ്ടൊക്കെ നന്നായിട്ട് കരിഞ്ചുവപ്പ് നിറത്തിലാണ് കേട്ടോ. നെറ്റിയിലൊരു കറുപ്പ് നിറത്തിലാണ് പൊട്ടുള്ളത്. പിന്നെ കിരീടം എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറത്തിൽ തന്നെ ചെറിയൊരു കിരീടം, അത് ശരിക്കുള്ള കിരീടം തന്നെയാണ് കേട്ടോ. അത് ചൂടിയിട്ടുണ്ട്. അതിനൊത്ത നടുക്കായിട്ട് ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കിരീടത്തിന് മുകളിൽ തന്നെയാണ് കേട്ടോ തിലകം. പിന്നെ അത് കൂടാതെ 2 സ്വർണ്ണ നിറത്തിലെ ചന്ദ്രകലകൾ അത് ഈ 2 വശത്തുമായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു. എല്ലാവരും ഭഗവതിയുടെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാം കേട്ടോ. അയ്യപ്പനെ ചുവന്ന നിറത്തിലാണ് പട്ടുടയാട ഉണ്ടായിരുന്നത്. അതിൽ അവിടെ ആയിട്ട് ഇങ്ങനെ സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ ഓരോ വരകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അത് അവിടെ ഇവിടെ ആയിട്ടേ ഉള്ളൂ, നിറയെ കാണുന്നുണ്ടായിരുന്നില്ല. നല്ല ചുവപ്പ് പട്ടായിരുന്നു. പിന്നെ കഴുത്തിലെ സ്വർണ്ണ നിറത്തിലെ 2 വലിയ മാലകൾ അണിഞ്ഞിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കാതിലെ കമ്മൽ എങ്ങനെയാണെന്നറിയോ, ഈ കാശുമാലയില്ലേ, അതുപോലത്തെ കാശിന്റെ കമ്മല, 2 കാശുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള കമ്മലായിരുന്നു. അതായിരുന്നു കാതിലണിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നെറ്റിയിൽ ഗോപി തിലകുണ്ട്. അയ്യപ്പൻ്റെ ഒരു കിരീടമുണ്ട് സ്വർണ്ണ നിറത്തിൽ, അതും ചൂടിയിട്ടാണ് അയ്യപ്പൻ ഇരിക്കേണ്ടായിരുന്നത്. എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപവും ഭാവവും ഒക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഭക്തൻ ചോദിച്ച ചോദ്യമാണ്, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കൾ ആരും ഇല്ല, എന്ത് വഴിപാട് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടേ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക എന്നാണ് പറയാം. അതായത് സത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യം, നല്ല സജ്ജനങ്ങളുടെ ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് നമ്മൾ പോകുക. ഇപ്പോൾ സപ്താഹങ്ങളിലൊക്കെ പങ്കെടുക്കുക, വായനയൊക്കെ കേൾക്കാനായിട്ട് പോകുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സത്സംഗങ്ങളാണല്ലോ, നല്ല സുഹൃത്തുക്കളെ ലഭിക്കും. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് അടുത്ത വീടുകളിലൊക്കെ ചിലപ്പോൾ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവരൊന്നും നല്ലവരാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്ക് ചോദിച്ചറിയാനോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവരുടെ മനസ്സ് വായിക്കാനോ ഒന്നും സാധിച്ചു എന്ന് വരില്ല. അവർ നല്ല സുഹൃത്തുക്കളല്ലേ വേണ്ടേ, അപ്പം നല്ലവരാണെന്ന് എന്താ ഒരു ഉറപ്പ്? പക്ഷേ ഈ സത്സംഗങ്ങളിൽ പോകുകയാണെങ്കിൽ അവിടെയുള്ളവരൊക്കെ നല്ലവരായിരിക്കും. ചിലപ്പോൾ അവർ മോശക്കാരൊക്കെ ആയിരുന്നിരിക്കാം, പക്ഷെ സത്സംഗത്തിൽ പങ്കെടുത്തിട്ട് അവർ നല്ലവരായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരിൽ നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ സത്സംഗത്തിൽ നമ്മളും പങ്കെടുക്കുകയാണെങ്കിൽ നമ്മളും നന്നാവും, നമുക്ക് നല്ല സുഹൃത്തുക്കളെയും ലഭിക്കും. അപ്പം നല്ല സുഹൃത്തുക്കളെ ലഭിക്കാൻ വേണ്ടിയിട്ട് സത്സംഗങ്ങളിൽ പങ്കെടുക്കണം എന്നാണ് പറയുക. ഇപ്പോൾ ഒരു 10 ദിവസം നമ്മൾ അവിടെ പോയി എന്ന് വിചാരിക്കാം. 11ാമത്തെ ദിവസം നമ്മളിത് അല്ലെങ്കിൽ പോകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ നേരം കുറച്ച് വൈകിയെങ്കിൽ അവിടെ ഉള്ളവർ ചോദിക്കും, അതെ ഇന്നലെ വരെ ഇവിടെ ഇരുന്ന ആളെ കാണാനില്ലല്ലോ. അങ്ങനെ അവർ ചോദിക്കുക. അത് അന്വേഷിക്കലാണ്. നമ്മളെ കാണാതായപ്പോൾ അവർ അന്വേഷിക്കല്ലേ ചെയ്തേ. നമുക്ക് അതിനല്ലേ സുഹൃത്തിനെ വേണ്ടത്. സുഹൃത്തുക്കൾ എങ്ങനെയായിരിക്കണം? നമ്മളെ ഒന്ന് കാണാതായി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള തോന്നൽ കൊണ്ട് അവർ നമ്മളെ അന്വേഷിക്കണം. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ സുഹൃത്ത്. തീർച്ചയായിട്ടും അവർ അന്വേഷിക്കും. അതുകൊണ്ടാണ് സത്സംഗത്തിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ നല്ല സുഹൃത്തുക്കളെ, മനുഷ്യർ സുഹൃത്തുക്കളായിട്ട് വരണമെങ്കിൽ അങ്ങനെയൊക്കെ പങ്കെടുക്കുക. ഇതൊന്നും അല്ലാതെ ഒരു സുഹൃത്തുണ്ട്, ഭഗവാനെ തന്നെ സുഹൃത്താക്കുക. ഏറ്റവും നല്ല സുഹൃത്ത് ഭഗവാനാണ്. അതിനേക്കാൾ നല്ലത് വേറെ എവിടെയും കിട്ടില്ല. സഖേന്നാണ് ഭഗവാൻ വിളിക്കുക, അങ്ങനെ വേറെ ആരെങ്കിലും വിളിക്കുമോ? അതെത്രയും സുഹൃത്തായത് കൊണ്ട് തന്നെയാണ്. നമുക്ക് ഭഗവാനെ സുഹൃത്തായിട്ട് കാണാനായിട്ട് സാധിക്കണം. ഭഗവാനെ സുഹൃത്തായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താ ഗുണം എന്നറിയോ? ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ വരും. ആ സുഹൃത്താണെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് നമുക്കുണ്ടായാൽ മതി. തീർച്ചയായിട്ടും ഭഗവാൻ വരും. ഒരു രൂപത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലൂടെ ഭഗവാന്റെ സാമീപ്യം നമ്മളെ അറിയിച്ചിരിക്കും. അപ്പോൾ മനുഷ്യരാണ് നമുക്ക് സുഹൃത്തുക്കളായിട്ടുള്ളതെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട്, സാധ്യതയാണ് പറയുന്നത് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിണങ്ങാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. മനുഷ്യരല്ലേ, മനുഷ്യരാണ്, അതുകൊണ്ടാണ് അങ്ങനെയുള്ള സാധ്യതകൾ കേട്ടോ.
അവരുടെ മനസ്സൊക്കെ മാറിപ്പോകാം, ചിലപ്പോൾ ദേഷ്യമൊക്കെ വന്നു എന്ന് വരാം. ഭഗവാൻ അങ്ങനെ വരില്ല. അപ്പോൾ ആ പിണക്കത്തിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഭഗവാനെ സുഹൃത്താക്കിയാലോ ഒരു പിണക്കവും ഉണ്ടാകില്ല. നമുക്ക് തോന്നുക ഭഗവാൻ പിണങ്ങി എന്നൊക്കെ, ഭഗവാൻ ഒരാളുടെ അടുത്തും പിണങ്ങാനായിട്ട് സാധിക്കില്ല. നമ്മുടെ തോന്നലുകളാണ് എല്ലാതും. അപ്പോൾ തോന്നുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പോയിട്ട് ഒരു സോറി പറയുക ഭഗവാന്റെ അടുത്ത്. നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന വേറെ ആരുള്ളത്? നമ്മുടെ സങ്കടങ്ങളൊക്കെ കേട്ടിരിക്കുന്ന വേറെ ആരുണ്ടെന്നൊന്ന് സങ്കല്പിച്ച് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അല്ലേ? അത്രയേ ഉള്ളൂ. എത്രയോ പേര് അവരുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ വെറുതെ ഒന്ന് കുറച്ചു നേരം ഇരുന്ന് കേട്ടാൽ മതി. അത്രയേ അവർക്ക് ആവശ്യമുള്ളൂ. മറുപടിയോ അല്ലെങ്കിൽ ആശ്വാസ വാക്കുകളോ അതിൻ്റെ പരിഹാരമോ ഒന്നും ആഗ്രഹിക്കാതെ പറയുന്നവരുണ്ടായിരിക്കും. അപ്പം എന്ത് ചെയ്യണം? ഭഗവാനെ സുഹൃത്താക്കി മാറ്റുക. ഒരിക്കൽ നമ്മുടെ ഓഫീസിലേക്ക് ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അവരെ മക്കൾ മുഖാന്തരമുള്ള സങ്കടങ്ങളാണ്. ചെറിയ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ, അവർ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ കാരണം ചില ബുദ്ധിമുട്ടുകൾ ആ അമ്മയ്ക്കുണ്ട്. അപ്പോൾ ആ അമ്മ പറയണത് അവർക്ക് കുട്ടികൾക്ക് മനസ്സിലാവില്ല. അവരുടെ പ്രായം അതായതുകൊണ്ട് അവർക്ക് മനസ്സിലാകാത്തത്. പിന്നെ അനുഭവങ്ങൾ ഉണ്ടാവണല്ലോ. ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവണമെങ്കിൽ അത് മോശപ്പെട്ട അനുഭവമാണെങ്കിലാണ് അവർക്ക് അതിൽ നിന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ അവർക്ക് മോശപ്പെട്ട കാര്യങ്ങൾ നടക്കരുതെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. അത് പറഞ്ഞു കൊടുത്ത കുട്ടികൾക്ക് മനസ്സിലാവുകയും ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം അന്വേഷിച്ച് വന്നതാ. നമ്മുടെ വിഷ്ണു ഒരു അസ്ട്രോളജറാന്ന് വിചാരിച്ചിട്ടാണ് അമ്മ വന്നത് കേട്ടോ. പിന്നെ ഇരുന്നിട്ട് സംസാരിച്ചപ്പോൾ അതല്ലാന്ന് മനസ്സിലായി. പക്ഷെ കുറേ നേരം ഇരുന്നിട്ട് അമ്മയുടെ സങ്കടങ്ങൾ പറഞ്ഞു. അത് കേട്ടിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ ഭഗവാനെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. അല്ലാതെ എന്ത് പരിഹാരം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുക? പക്ഷെ ആ സംസാരം കേട്ടിരുന്നപ്പോൾ തന്നെ അമ്മയുടെ വിഷമങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ തന്നെ അതിന് കുറച്ച് ആശ്വാസമായി, കുറച്ച് സമാധാനിച്ചിട്ടാണ് അമ്മ അവിടെ നിന്ന് പോയത്. പിന്നെ എല്ലാം ഭഗവാനിൽ കൊടുക്കൂ. നമ്മുടെ ഇവിടെ ഓഫീസിൽ ഭഗവാന്റെ ഒരു വിഗ്രഹമുണ്ട്, ചതുർബാഹുവായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ വിഗ്രഹം. അവിടെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ തോന്നുക. അവിടെ തന്നെ പറഞ്ഞോളൂ, എന്ത് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അവിടെ വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അമ്മ എന്ത് സമാധാനത്തിലാണ് പോയിന്നറിയോ? അപ്പം എന്താ, നമ്മുടെ വിഷമങ്ങളൊക്കെ കേൾക്കാനായിട്ട് എന്തിനാ സുഹൃത്ത് സിദ്ധാർത്ഥ് വേണമെന്ന് പറഞ്ഞത്? അത്രയും ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ. സുഹൃത്തിനെ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പേരൻസിനോട് പോലും പറയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയും. അവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരടുത്ത് പറയുന്നത്. പിന്നെ ഈ പിയർ ഗ്രൂപ്പ്, അതായത് ഒരേ പ്രായത്തിലുള്ളവരായതുകൊണ്ട് ആ വികാരങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാനായിട്ടും സാധിക്കും. നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ആര് കാര്യങ്ങൾ വന്ന് പറഞ്ഞാലും മോശ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. എന്നാലും ഒരു സുഹൃത്തിനെ ആഗ്രഹിക്കുന്നവര് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ സുഹൃത്ത് വേണം എന്നുള്ളത് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യം തന്നെയാണ്. ആരെ സുഹൃത്താക്കാം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അച്ഛനമ്മമാരെ തന്നെ സുഹൃത്തായിട്ട് കാണുന്നവരുണ്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെ കാണണം എന്ന് പറയണു. അത് കാണാത്തത് കൊണ്ടാണ് പല കുട്ടികളും അകന്നു പോയിട്ട് പല ചതിക്കുഴികളിലൊക്കെ വീണു പോകുന്നത്. അപ്പം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ അടുത്ത് നല്ലൊരു സുഹൃത്ത് മനോഭാവമാണ്. അവരെ വെറുതെ വഴക്ക് പറയാതിരിക്കുക, വെറുതെ ശിക്ഷകൾ മാത്രം നൽകാതിരിക്കുക, ഉപദേശങ്ങൾ മാത്രം നൽകാതിരിക്കുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങൾക്കും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെവി കൊള്ളണം. അവരുടെ കുഞ്ഞു മനസ്സിൽ കുഞ്ഞു കുഞ്ഞു ചിന്തകളേ ഉണ്ടാവുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതൊക്കെ നിസ്സാരമായിരിക്കാം. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും. ഇപ്പം ശുക്രൻ തന്നെ പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരിക്കും. അങ്ങനെ ചെയ്യാവുന്നേ, ഇങ്ങനെ ചെയ്യാവുന്നേ, അത് ശരി, നമുക്ക് അത് വാങ്ങിക്കാം, എന്നിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം. അങ്ങനെ ശുക്രനും പല കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം എന്ത് ചെയ്യണം? നമ്മളതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ പാരൻസുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാവും. അത് വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കത് ഉപകാരപ്പെടും. ഇനി വളർന്നു വന്നിട്ടും കൂട്ടുകാരില്ലാത്ത നിരവധി പേരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരെയും അറിയാം. അപ്പോൾ അവർക്ക് ഇനി കൂട്ടുകാരെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് സത്സംഗത്തിൽ പങ്കെടുക്കൂ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അവിടെ വായന കേൾക്കാൻ പോകുക. ഇപ്പോൾ ആദ്യമൊക്കെ നാരായണീയ മാതൃസമിതിയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോകുക. അവിടെ പാരായണം തന്നെയാണ്. പിന്നെ കുറച്ചിങ്ങനെ കൂടി വരുന്ന സമയത്ത് സപ്താഹങ്ങളൊക്കെ വരും, വല്ല വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സപ്താഹത്തിലേക്ക് കിടക്കും. അതിലൊക്കെ പോകുക, ആ ആചാര്യന്മാരുടെ അടുത്ത് സംസാരിക്കുക, എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാനെ കുറിച്ച് സംസാരിക്കുക. പിന്നെ അവരുടെ സപ്താഹങ്ങൾ എവിടെയാണോ നടക്കുന്നത്, സാധിക്കുമെങ്കിൽ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ പോകുക. അങ്ങനെ പോയിട്ട് നമുക്ക് അവരിലുള്ള കുറച്ച് പേരെങ്കിലും ഒക്കെ ആയിട്ട് നല്ലൊരു അടുപ്പം വരും. അങ്ങനെ ക്രമേണ അങ്ങനെ നല്ല സുഹൃത്തുക്കളെയും കിട്ടും. അതാണ് മനുഷ്യരെ സുഹൃത്താക്കാനായിട്ട് പറയുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല സുഹൃത്ത്, നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സുഹൃത്ത്, അത് ഭഗവാൻ മാത്രമാണ്. ഭഗവാൻ അല്ലാതെ വല്ല സുഹൃത്തും വേണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അടുത്ത് പറയാ, ഭഗവാൻ കൊടുത്തുതരും, തീർച്ചയായിട്ടും നമുക്ക് കൊടുത്തുതരും. അപ്പൊ ഭഗവാനെ സുഹൃത്താക്കുക. ഇതിന്റെ എന്ത് വഴിപാടാ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഭഗവാനെ സുഹൃത്താക്കാനായിട്ടേ എന്ത് വഴിപാടാണ് നമ്മൾ കൊടുക്കുക? നമ്മളൊരു സുഹൃത്തിന് നമ്മൾ എന്ത് വഴിപാട്, എന്ത് സമ്മാനങ്ങൾ കൊടുക്കുക? വഴിപാടല്ല കേട്ടോ, സമ്മാനങ്ങൾ കൊടുക്കും. മിഠായിയൊക്കെ വാങ്ങി കൊടുക്കില്ലേ ചെറിയ കുട്ടികളാണെങ്കിൽ? മുതിർന്നവരാണെങ്കിലോ ആ പ്രായത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും കൊടുക്കും. അതേപോലെ തന്നെ ഭഗവാൻ പൽപ്പായസം കൊടുക്കാം, പൽപ്പായസം ചീട്ടാക്കാം, ഭഗവാനെ നേദിക്കാം, അപ്പം അട, അങ്ങനെ ഭഗവാൻ ഇഷ്ടപ്പെട്ട എന്തും കൊടുക്കാം.
ഇതൊക്കെ വാങ്ങിച്ചു വെക്കാനായിട്ട് ഭഗവാൻ ഇരിക്കും. ഇതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അത് കാശ് മുടക്കിയിട്ട് ഒരുപാട് പൈസ മുടക്കിയിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് മാത്രമല്ല കേട്ടോ, കുന്നിക്കുരു പോലും ജാടിക്കുരു പോലും ഭഗവാൻ സ്വീകരിക്കും. അപ്പം അങ്ങനെ ഭഗവാൻ ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ കേട്ടോ. സിദ്ധാർത്ഥിൻ്റെ അടുത്ത് മാത്രമല്ല, അങ്ങനെ ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള എന്തും കൊടുക്കാം, എല്ലാം സ്വീകരിക്കും. ഭഗവാനെ സുഹൃത്തായിട്ട് കാണുക. അത്രത്തോളം നല്ല സുഹൃത്തിനെ നമുക്ക് വേറെ എവിടെ നിന്നും ലഭിക്കില്ല കേട്ടോ. അടുത്തത് അരുൺ എന്നൊരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. കളഭം ഉരുള ഷീട്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും കളഭം തൊടാറുണ്ട് അല്ലേ. അപ്പോൾ അത് വലിയ അളവിലാണ് ഈ കളഭം ഉരുളയായിട്ട് ഷീട്ടാക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. 3 തരത്തിലാണ് കേട്ടോ കളഭം ഷീട്ടാക്കാറുള്ളത്. ഒന്ന് കളഭാലങ്കാരം, അതായത് മുഴുക്കാപ്പ്. കളഭാലങ്കാരം എന്നുള്ള പേരിലാണ് ഷീട്ടാക്കാനായിട്ട് സാധിക്കുക. സാധാരണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പന് ഏകദേശം 30ഓളം കളഭം ഉരുളകളാണ് ആവശ്യമായിട്ട് വരിക ഒരു ദിവസം കേട്ടോ. അപ്പോൾ അത് ഒരാൾക്ക് 6 ഉരുള വീതം ലഭിക്കുന്ന രീതിയിൽ 5 പേർക്കൊക്കെ ആയിട്ടാണ് ഒരു ദിവസം ഷീട്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇത് മുൻകൂട്ടി ഷീട്ടാക്കേണ്ട വഴിപാടാണ് കേട്ടോ. കളഭം ഉരുള, ഇത് കളഭച്ചാർത്താണെങ്കിലും കളഭം ഉരുളയായിട്ടും ഷീട്ടാക്കാം. അത് ഒരു ഉരുളയാണ് ലഭിക്കുക. ഇത് രണ്ടും എന്ത് ചെയ്യണം, മുൻകൂട്ടി ഷീട്ടാക്കേണ്ട വഴിപാടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ദിവസത്തിന് ഈ ഒരു വഴിപാട് അവൈലബിൾ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഷീട്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഷീട്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അതിൻ്റെ പ്രസാദവും ലഭിക്കുക. അപ്പോൾ ഈ കളഭച്ചാർത്തിലെ 6 ഉരുളയാണ് കളഭം പ്രസാദമായിട്ട് ലഭിക്കുക. കളഭം ഉരുളയിൽ 1 ഉരുള കളഭാണ് ലഭിക്കുക. പിന്നെ ഒരു തരത്തിൽ ഷീട്ടാക്കാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ പാക്കറ്റുകൾ, അതായത് 60 രൂപയുടെ സാഷേകളായിട്ടും കളഭം ഷീട്ടാക്കാം കേട്ടോ. ഈ 3 തരത്തിലാണ്. ഇതിലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും സൗകര്യം, അതായത് കേട് കൂടാതെ ഉപയോഗിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇങ്ങനെ പാക്കറ്റുകളായിട്ട് നമ്മൾ വാങ്ങുന്നത് 60 രൂപയുടെ. അപ്പോൾ അത് കുറേ പാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ അത് കഴിയുന്നത് വരെ ഉപയോഗിക്കാം. അത് ഒരാഴ്ച മാക്സിമം 2 ആഴ്ചയൊക്കെ ഇത് സ്ഥിരമായിട്ട് തൊടുന്നവർക്ക് അത്രയും ഉപയോഗിക്കാനുള്ളതേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കേടൊന്നും വരില്ല. പിന്നെ ഓരോന്ന് കഴിയുന്നതിനനുസരിച്ച് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ ഈ കളഭം ഉരുളയാണെങ്കിലേ, ഉരുളയ്ക്ക് ഒരു ഉരുള അല്ലെങ്കിൽ 6 ഉരുളയൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇത് കേടാവാനുള്ള കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അപ്പോൾ കേട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അത് ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമുക്ക് സൂക്ഷിച്ച് എടുത്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ എങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കൈകൊണ്ട് തൊടാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം കൈകൊണ്ട് തൊട്ടാൽ പെട്ടെന്ന് കേടുവരുമല്ലോ. ഒരു കിണ്ണത്തിൽ, വൃത്തിയുള്ള ഒരു കിണ്ണത്തിലെ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ ഒരു വലിയ ഷീറ്റിലെ നന്നായി പരത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ ഈർപ്പം പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം. കൈ തൊടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയും. കാരണം അതിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് അതൊന്നും പോകരുത്, കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ വേണം അത് ഉണക്കിയെടുക്കാനായിട്ട്. അതിൽ ഈർപ്പം മുഴുവനായിട്ട് വറ്റിയതിന് ശേഷം പിന്നെ വല്ല ഡബ്ബകളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് പുറത്ത് തന്നെ എടുത്ത് സൂക്ഷിക്കാം കേട്ടോ. അതെ, പുറത്ത് വെയിലത്ത് വെച്ച് ഉണക്കിക്കഴിഞ്ഞാലേ അതിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടാവില്ല, അതിൻ്റെ നിറം മാറും, ആ ഫ്രാഗ്രൻസ് ഒക്കെ നഷ്ടപ്പെടാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ അത് ഉണക്കിയിട്ട് പിന്നെ നമുക്കത് പൊടിച്ചിട്ട് എടുത്തു വെക്കാം. നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ചാലിച്ചിട്ട് നെറ്റിയിൽ തൊടാം കേട്ടോ. അപ്പം അങ്ങനെയാണ് കളഭം ചീട്ടാക്കുന്നതും അത് സൂക്ഷിക്കേണ്ടതും. അടുത്തത് അംബിക ശിവൻ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അലങ്കാരം പറയുന്ന സമയത്തെ ഉണ്ടമാലേനെ കുറിച്ചും തിരുമുടിമാലേനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. അവർ കാണാൻ തൊഴാൻ വരുന്ന സമയത്ത് ഇതൊന്നും കാണാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചാർത്തിയിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന സമയത്ത് അതൊക്കെ നോക്കി കാണാലോ, അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക കേട്ടോ അംബിക ചേച്ചി. അപ്പോൾ പറയാം, തിരുമുടിമാല എന്ന് പറയണതേ ഭഗവാന്റെ ശിരസിനെ അലങ്കരിക്കുന്ന മാലകളാണ്. അത് ഭഗവാന്റെ കിരീടത്തിന് മുകളിലായിട്ടാണ് ഇങ്ങനെ വട്ടത്തിൽ ചാർത്തിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരെണ്ണം, ചിലപ്പോൾ 2 എണ്ണം, 3 എണ്ണം, 4 എണ്ണം, അങ്ങനെ ഒക്കെ എത്ര എണ്ണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ശിരസിന് മുകളിലായിട്ട് ചാർത്തിയിട്ടുണ്ടായിരിക്കും. ചെറിയ അങ്ങനെ വട്ടത്തിൽ ചാർത്തിയിട്ടുണ്ടായിരിക്കും. അത് തെച്ചി, തുളസി, താമര, നന്ദിയാർവട്ടം അങ്ങനെയുള്ള പൂക്കൾ കൊണ്ടൊക്കെയാണ് കോർക്കാറുള്ളത് കേട്ടോ. പിന്നെ ഉള്ളത് ഉണ്ടമാലയാണ്. ഉണ്ടമാല എന്ന് പറയുന്നത് ഭഗവാന്റെ ദേഹത്ത്, ഇത് കഴുത്തിലൂടെ അണിയുന്ന മാലകളെയാണ് ഉണ്ടമാല എന്ന് പറയുക. അതിങ്ങനെ 2 വശങ്ങളായത് ഭഗവാന്റെ ആ ഒരു ദേഹത്തിന്റെ ഇരുവശങ്ങളിലായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ടായിരിക്കും. നല്ല തടിച്ചുരുണ്ടിട്ട് നീണ്ടിട്ടുള്ള മാലകൾ, അതായത് പാദം വരെ കിടക്കുന്ന മാലകളാണ് ഉണ്ടമാലകൾ എന്ന് പറയുന്നത് കേട്ടോ. അതും ഇതുപോലെ 1 എണ്ണോ 2 എണ്ണോ ഒക്കെ ആയിട്ട് ചാർത്താറുണ്ട്. ഇതേ പൂക്കൾ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. തെച്ചി ഉണ്ടാവും, തുളസി ഉണ്ടാവും, താമര ഉണ്ടാവും, നന്ദിയാർവട്ടം ഉണ്ടാവും. ഇതിങ്ങനെ ഇടകലർന്നിട്ട് 2 എണ്ണം വീതം ചേർന്നിട്ട് അല്ലെങ്കിൽ 1 എണ്ണം മാത്രമായിട്ട് ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടമാല ഉണ്ടായിരിക്കാം.
അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഇതും കൂടെ ഒന്ന് അറിയാത്തവർ നോക്കിക്കോളൂ. ഇപ്പോൾ ഈ അലങ്കാരം പറഞ്ഞു തുടങ്ങിയ പിന്നെ പലരും അത് കുറേ കേട്ടിട്ട് വന്നിട്ട് പിന്നെ ഭഗവാനെ തൊഴുന്ന സമയത്ത് കുറച്ചും കൂടെ നന്നായിട്ടെല്ലാം മനസ്സിലാക്കാൻ സാധിക്കാറുണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഇതും അതുപോലെ നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞു തന്നത് കേട്ടോ, ഉണ്ടമാലയെക്കുറിച്ചും തിരുമുടിമാലയെക്കുറിച്ചും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നാമജപം പറയാം. കഴിഞ്ഞ 2 ദിവസത്തെ നാമജപം എണ്ണാനായിട്ടുണ്ടായിരുന്നു. 1,70,828 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നാമജപമൊക്കെ തുടർന്നുകൊണ്ട് പോയിക്കോളും. ഇനി വൈശാഖമൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ നാമജപം നടത്തുകയാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, അലങ്കാരങ്ങൾ, ഇങ്ങനെ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മറുപടികൾ, പുതിയ അറിവുകളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.